നമസ്കാരം. നമുക്കിന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 10 ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ ഭരണഘടനയുടെ തത്വശാസ്ത്രം. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ടെൻഷനൊന്നും വേണ്ട. ഈ ചാപ്റ്റർ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഭരണഘടനയുടെ വെറും നിയമങ്ങളല്ല, അതിന്റെ ഒരു ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ആ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ മാത്രം മതി, പരീക്ഷയ്ക്ക് നല്ല ആഴത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ടാവും. 1. എന്തിനാണ് നമ്മൾ ഈ തത്വശാസ്ത്രമൊക്കെ പഠിക്കുന്നത്? 2. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? 3. ഇതിനെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ 4. ഇതിന്റെ തന്നെ പരിമിതികൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ചാപ്റ്റർ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമുക്കതിലേക്ക് പോകാം. എന്താണ് ഈ ഭരണഘടനയുടെ തത്വശാസ്ത്രം അഥവാ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്ക് പിന്നിലുള്ള ചില അടിസ്ഥാന മൂല്യങ്ങൾ, ഒരു ധാർമ്മികമായ കാഴ്ചപ്പാട്, അതാണ് സംഭവം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ വിവേചനത്തിനെതിരെ നിയമമുണ്ട് അല്ലേ? ആ നിയമം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്? സമത്വം അഥവാ ഈക്വാലിറ്റി എന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കണ്ടോ, അതാണ് അതിന്റെ തത്വശാസ്ത്രം. ഈ ഭരണഘടനയുടെ തത്വശാസ്ത്രം പഠിക്കാൻ നമ്മളൊരു പൊളിറ്റിക്കൽ ഫിലോസഫി സമീപനമാണ് ഉപയോഗിക്കുന്നത്. അതിന് 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. 1ാമത്തെ സ്റ്റെപ്പ് അവകാശങ്ങൾ അഥവാ റൈറ്റ്സ്, പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. 2ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇനി 3ാമത്തേതാണ് ഏറ്റവും പ്രധാനം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ വായിക്കുക. കാരണം ഓരോ നിയമവും എന്തിനുൾപ്പെടുത്തി എന്നതിന്റെ കാരണങ്ങൾ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ നെടും തൂണുകൾ എന്ന് പറയാവുന്ന അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം. പ്രധാന സവിശേഷതകളിൽ ആദ്യത്തേത് വ്യക്തിസ്വാതന്ത്ര്യം അഥവാ ഇൻഡിവിജ്വൽ ഫ്രീഡം. നമുക്ക് സംസാരിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം. ഓർത്തുനോക്കൂ, ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം അടിച്ചമർത്തിയപ്പോഴാണ്, അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്നാണ് ഈ ആശയം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. രണ്ടാമത്തേത് സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്. ജാതിയുടെ പേരിൽ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടായിരുന്നൊരു സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് നീതി ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഇനി 3ാമത്തെ സവിശേഷത, വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും ന്യൂനപക്ഷാവകാശങ്ങളും. നമ്മുടെ രാജ്യം എങ്ങനെയുള്ളതാണ്? ഒരുപാട് മതങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഒരു പൂന്തോട്ടം പോലെയാണല്ലേ? അപ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു: ഓരോ വ്യക്തിയുടെയും അവകാശം മാത്രം സംരക്ഷിച്ചാൽ പോരാ, ഓരോ സമൂഹത്തിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കണം. ഉദാഹരണത്തിന്, മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശം കൊടുത്തത് അതുകൊണ്ടാണ്. 4ാമത്തെ ആശയം മതേതരത്വം അഥവാ സെക്യുലറിസം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വം പോലെയല്ല. പാശ്ചാത്യ മാതൃക മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്, അതായത് മതവും സർക്കാരും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടായിട്ട് നിൽക്കും. എന്നാൽ ഇന്ത്യയുടെ മോഡൽ അങ്ങനെയല്ല. നമ്മുടേത് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് തത്വധിഷ്ഠിതമായ അകലം. സർക്കാർ മതങ്ങളിൽ നിന്ന് ഒരു അകലം പാലിക്കും, പക്ഷേ സമൂഹത്തിൽ നീതി ഉറപ്പാക്കാൻ ആവശ്യം വന്നാൽ മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാനും സാധിക്കും. ഇതാണ് ആ വ്യത്യാസം. അവസാനത്തെ 2 പ്രധാന സവിശേഷതകൾ കൂടി നോക്കാം. 1. സാർവത്രിക വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും പാവപ്പെട്ടവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായിരുന്ന ഒരു കാലത്ത് പണത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ ഒരു വ്യത്യാസവുമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്തു. അത് ലോകത്തിന് തന്നെ മാതൃകയായൊരു തീരുമാനമായിരുന്നു. അടുത്തത് ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ അസിമെട്രിക് ഫെഡറലിസം എന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെയല്ല അധികാരങ്ങൾ. ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആർട്ടിക്കിൾ 371 പോലെയുള്ള പ്രത്യേക പദവികളും കൊടുത്തിട്ടുണ്ട്. നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വെച്ച് പരീക്ഷയ്ക്ക് എങ്ങനെ നല്ലൊരു ഉത്തരം എഴുതാം നമുക്ക് നോക്കാം. ഇപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം വന്നെന്ന് വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം വിശദീകരിക്കുക. നിങ്ങളിതിന് എങ്ങനെ ഉത്തരമെഴുതും? ഒരു മികച്ച ഉത്തരം എഴുതാൻ ഈയൊരു ഘടന ഫോളോ ചെയ്താൽ മതി. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം കൊടുക്കുക. അവിടെ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്താണെന്ന് ഒരു വരിയിൽ പറയുക. പിന്നെ ഉത്തരത്തിന്റെ പ്രധാന ഭാഗത്ത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഓരോ സവിശേഷതകളും, അതായത് വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക നീതി, അങ്ങനെ ഓരോന്നും ഓരോ ഉദാഹരണം വെച്ച് ഓരോ പാരഗ്രാഫായിട്ട് വിശദീകരിക്കുക. അവസാനം ഇതൊരു സവിശേഷമായ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺക്ലൂഷനിൽ നിർത്തുക. ഇനി വേറൊരു തരം ചോദ്യം വരാം, ഭരണഘടനയുടെ വിമർശനങ്ങളെക്കുറിച്ച്. ഇതിനുത്തരം എഴുതുമ്പോൾ വിമർശനം മാത്രം പറഞ്ഞാൽ പോരാ, അതിനുള്ള മറുപടിയും നമ്മൾ കൊടുക്കണം. 3 പ്രധാന വിമർശനങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഭരണഘടന ഒരുപാട് വലുതാണ്, അൺവീൽഡിയാണെന്ന്. അതിനുള്ള മറുപടി ഇതാണ്: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതുകൊണ്ടാണ് ഇത് വലുതായത്, അതിതിനെ കൂടുതൽ സമഗ്രമാക്കുന്നു. 2, ഇത് ജനങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്നില്ല, അൺറെപ്രസെന്റേറ്റീവാണ്. അതിനുള്ള മറുപടി: അന്ന് വോട്ടവകാശം കുറച്ചുപേർക്കേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്തിരുന്നു എന്നാണ്. 3ാമത്തെ വിമർശനം: ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്, ഒരു ഏലിയനാണെന്ന്. അതിന് കൊടുക്കേണ്ട മറുപടി: ഇത് വെറുതെ കോപ്പിയടിച്ചതല്ല, മറിച്ച് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപരമായി തെരഞ്ഞെടുത്ത ഇന്നൊവേറ്റീവ് ബോറോയിങ് അഥവാ നൂതനമായ കടമെടുക്കലായിരുന്നു എന്നാണ്. പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്, അല്ലേ? മാർക്ക് പോകാൻ സാധ്യതയുള്ള ചില സാധാരണ തെറ്റുകൾ, അത് നമുക്ക് ശ്രദ്ധിച്ചൊഴിവാക്കാം. ഏറ്റവും കൂടുതൽ പേർക്ക് തെറ്റുപറ്റുന്ന ഒരു കാര്യമാണിത്: ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിൽ മാറിപ്പോകുന്നത്. ഒന്നുകൂടി ഓർത്തുവെക്കുക, ഇന്ത്യ പിന്തുടരുന്നത് പ്രിൻസിപ്പൽ ഡിസ്റ്റൻസ് ആണ്, അതായത് ആവശ്യമെങ്കിൽ സർക്കാരിന് ഇടപെടാം. പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെ കർശനമായ വേർതിരിവ് അഥവാ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അല്ല നമ്മുടേത്. ഇനി 2 തെറ്റുകൾ കൂടി. ഭരണഘടന കടമെടുത്തതാണ് എന്ന് മാത്രം എഴുതി വെക്കരുത്, അതൊരു നല്ല ഉത്തരമല്ല. പകരം സിലക്റ്റീവ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്നവേറ്റീവ് ബോറോയിങ് എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ വിമർശനങ്ങൾ അഥവാ ക്രിറ്റിസിസംസ്, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ പറയുന്ന ആരോപണങ്ങളും, പരിമിതികൾ അഥവാ ലിമിറ്റേഷൻസ്, അതായത് ഭരണഘടനയുടെ ഉള്ളിൽ തന്നെയുള്ള ചില പോരായ്മകളും തമ്മിൽ മാറിപ്പോകരുത്. ലിംഗനീതിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക് ചില പരിമിതികളുണ്ട്. ഇവ രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ശരി, ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എന്തായാലും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഒരു ഫൈനൽ ടച്ച് എന്ന പോലെ നോക്കാം. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു രത്നച്ചുരുക്കം. പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണ്? വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വത്തിലെ തത്വധിഷ്ഠിതമായ അകലം, പിന്നെ അസിമെട്രിക് ഫെഡറലിസം. 3 വിമർശനങ്ങൾ ഏതൊക്കെയാ? വലുതാണ്, പ്രാതിനിധ്യമില്ല, വിദേശമാണ്. ഇവയുടെ മറുപടികളും ഓർക്കണം. ഇനി നമ്മൾ വിശദമായി പറയാത്ത പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, നമ്മുടെ ഫെഡറലിസത്തിന് ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്, അതായത് കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ അധികാരം. 2, ലിംഗനീതിയിലെ വിടവുകൾ. ഉദാഹരണത്തിന് കുടുംബസ്വത്ത് പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പാക്കുന്നതിൽ തുടക്കത്തിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. 3, പട്ടിണി മാറ്റുക, എല്ലാവർക്കും തൊഴിൽ നൽകുക തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ മൗലികാവകാശങ്ങളിൽ പെടുത്താതെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയത്. നിർദ്ദേശക തത്വങ്ങൾ കോടതി വഴി നടപ്പാക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതൊരു പരിമിതിയായി കണക്കാക്കുന്നു. ഈ 3 പരിമിതികളും ഓർത്തുവെക്കുക. ഓക്കെ, എല്ലാം പഠിച്ചു. ഇനി നമുക്ക് അവസാനമായി ഒന്ന് ഓർത്തെടുക്കാം. റെഡിയല്ലേ? ഞാൻ പാതുക്കെ ഓരോ വാക്കായി പറയാം, എന്റെ കൂടെ മനസ്സിൽ പറഞ്ഞു നോക്കുക. വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക നീതി, ന്യൂനപക്ഷ അവകാശങ്ങൾ, മതേതരത്വം, അതായത് പ്രിൻസിപ്പൽ ഡിസ്റ്റൻസ്, അസിമെട്രിക് ഫെഡറലിസം, സാർവത്രിക വോട്ടവകാശം. ഇനി വിമർശനങ്ങൾ: വലുതാണ്, പ്രാതിനിധ്യമില്ല, വിദേശമാണ്. പരീക്ഷയ്ക്ക് മുമ്പുള്ള ഈ അവസാന ആഴ്ചയിൽ നിങ്ങൾക്ക് ധൈര്യം പകരാനും ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നതിനൊരു വഴി പറഞ്ഞുതരാനുമാണ് ഈ ഭാഗം. ഇതാ ഒരു സിമ്പിൾ 7 ദിവസത്തെ പ്ലാൻ. ഇത് ഫോളോ ചെയ്ത ഈ ചാപ്റ്റർ സെറ്റാണ്. 1-ാം ദിവസം, ഇപ്പോൾ കണ്ട ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് നല്ല നോട്ടുകൾ തയ്യാറാക്കുക. 2-3 ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലെ ഈ അധ്യായം നന്നായി വായിക്കുക. 4-5 ദിവസങ്ങളിൽ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി നോക്കുക. 6-ാം ദിവസം നിങ്ങളുണ്ടാക്കിയ നോട്ടുകൾ വീണ്ടും വായിക്കുക.
7-ാം ദിവസം പരീക്ഷയുടെ തലേന്ന് ഈ പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം വേഗത്തിൽ ഒന്നുകൂടി നോക്കി ഉറപ്പിക്കുക. ഇപ്പോ നിങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഹൃദയം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിത് നന്നായി എഴുതാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക. എല്ലാവിധ ആശംസകളും.